ഹായ്, ഗുഡ് ഈവനിങ് ഗെയ്സ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നല്ലേ? അടിപൊളി. അപ്പോൾ നമ്മൾ ഓണച്ചിത്രങ്ങളൊക്കെ ഏകദേശം എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. ഞാനും കണ്ടു. എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഞാൻ അന്ന് ഓണച്ചിത്രങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. അതിൽ ഏകദേശം ഒരു 7ഓളം സിനിമകൾ പരിചയപ്പെടുത്തി. പക്ഷേ എനിക്ക് 3 സിനിമ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. അതിൽ ഞാൻ ആദ്യം കണ്ട സിനിമയാണ് AR, അതായത് അജയൻ്റെ രണ്ടാം മോഷണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് കിഷ്കിന്ദ കാണ്ഡം കണ്ടു, ആസിഫ് അലി നായകനായ. പിന്നീട് നമ്മുടെ ആൻ്റണി പെപ്പയുടെ കൊണ്ടൻ. ഈ 3 സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കത് വളരെ വർക്കൗട്ടായ സിനിമകളായിരുന്നു. പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സിനിമ എന്ന് പറഞ്ഞാൽ AR ആയിരുന്നു. അത് AR ഞെട്ടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് 3D മൂവി പോട്ടെ, 3D പോട്ടെ, നമ്മൾ 3D കുറിച്ച് ചർച്ച ചെയ്യണ്ട. പക്ഷെ ആ സിനിമയുടെ ഒരു കഥ തിരഞ്ഞെടുത്ത രീതിയില്ലേ, അതാണ് എന്നെ ഞെട്ടിച്ചതാണ്. കാരണം ഇങ്ങനെയൊക്കെ കഥകൾ ചിന്തിക്കാൻ പറ്റൂ മലയാളത്തിൽ. അതിൻ്റെ ഡയറക്ടർ ജിതിൻ ലാൽ ഭയങ്കരമായിട്ട് അത് വർക്കൗട്ട് ചെയ്തെന്നുള്ളതാണ്. അത് പുള്ളി എക്സിക്യൂട്ട് ചെയ്തു. കാരണം പുള്ളിയുടെ കയ്യിൽ മലയാള സിനിമ ഭദ്രമാണ്. കാരണം ഒരു പാൻ ഇന്ത്യൻ സിനിമ ഇനി മലയാളത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ജിതിൻ ലാലിന് ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും മറിച്ചൊരു അഭിപ്രായം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഗംഭീരമായിട്ട് പെർഫോമൻസ് ആയിരുന്നു. അതിൽ ടോവിനോ തോമസ് ഒരു മാസ് പവർ ആണോ എന്ന് ചോദിച്ചാൽ ഒരു മാസ് പവർ ആക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേരത്തെ നമ്മൾ മിന്നൽ മുരളി കണ്ട് പുള്ളിയുടെ ചടുലമായ നീക്കങ്ങളാണ്, പുള്ളിയുടെ ബോഡിയിൽ ആ ഒരു സാധനമുണ്ട്. അപ്പോൾ AR ഏറ്റവും എടുത്തു പറയപ്പെടുന്ന ഒരു ഹൈലൈറ്റിൽ ഒന്നാണ് അതിൻ്റെ തിരക്കഥ, അതിൻ്റെ ഡയറക്ഷൻ, അതോടൊപ്പം തന്നെ ടോവിനോ തോമസിൻ്റെ പെർഫോമൻസ്. ബാക്കി എല്ലാവരും പെർഫോമൻസിൽ ബാക്കിലോട്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു നായകനെയാണ് എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ നായകനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ ഏറ്റവും കൂടുതൽ ഈ ഓണത്തിന് ത്രസിപ്പിച്ച ഒരു സിനിമ AR ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം. ഞാൻ ആസിഫ് അലിയെ കുറിച്ച് ഞാൻ അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. കാരണം ഓരോ സിനിമ കഴിയും തോറും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് ആസിഫ് അലി മാറുകയെന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കിഷ്കിന്ദ കാണ്ഡം ആക്ച്വലി സ്ക്രിപ്റ്റാണ്. അതിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റും ഇതിൻ്റെ ഡയറക്ഷൻ സൈഡുമാണ്. പക്ക രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമോ ആ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിൽ ആ സിനിമ ഗംഭീര സിനിമയാണ്. ഒരു നിഗൂഢമായ രീതിയിലേക്ക് പോകുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കഥകളൊന്നും ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല. ഇനിയും തിയേറ്ററിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പോയി കാണുക. അപ്പം ഓണത്തിനിറങ്ങിയ കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒരു വല്ലാത്തൊരു മാനസിക വിഷമത്തിൽ കൂടെ നമ്മൾ ഇറങ്ങുന്നത്. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റാണ്. ഞാൻ അങ്ങനെ മാത്രം കരുതുന്ന ആളാണ്. സിനിമ എൻ്റർടൈൻമെൻറ്റാണ്. നമുക്ക് ഏത് രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നു. കാരണം ചിലപ്പോൾ നമുക്കൊരു സെൻറ്റിമെൻറ്റ്സിലായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ആക്ഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു മെലോ ഡ്രാമ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു കോമഡി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഹൊറർ. ഇങ്ങനെ വരുന്ന പല ജോണറിൽ വരുന്നത് എന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സിനിമയുടെ ഒരു കാതലായ ആഭിമുഖ്യം എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് ഈ സിനിമ നന്നായിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കരുതുന്ന തരത്തിലുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല, പക്ഷേ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് എനിക്ക് കിഷ്കിന്ദ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആസിഫ് അലി ഇങ്ങനെ വീണ്ടും വീണ്ടും നല്ല നല്ല ക്യാരക്ടറായിട്ട് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം ആസിഫ് അലി മലയാളത്തിലെ ഇനി ഒരു സൂപ്പർ സ്റ്റാർ എന്ന ലെവലിലേക്ക് വരാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് ആസിഫ് അലി. കാരണം അദ്ദേഹത്തിന് തൊട്ട് മുമ്പുള്ള തലവൻ എന്ന് പറയുന്ന സിനിമ, ഇതെല്ലാം പുള്ളി റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളെല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൈയടക്കത്തോടാണ് ആ പുള്ളി ചെയ്യുന്നത്. കാരണം ക്യാരക്ടറിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പുള്ളിയുടെ ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന് മെയിനായിട്ട് വരുന്ന ഒരു കാരണമാണ് ജെസ്റ്റേഴ്സ്, അല്ലാണ്ട് മൂവ്മെൻറ്റ്, അതായത് ഫേസിൽ വരുന്ന ജെസ്റ്റേഴ്സുകൾ. അത് പക്കയായിട്ട് ആസിഫ് അലിക്ക് അത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് ഞാൻ കണ്ട സിനിമയാണ് കൊണ്ടൻ. ഒരു മാസ് പടമായിരുന്നു. മാസ് പടം എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം
നമ്മുടെ ആന്റണി പെപ്പയില്ലേ, ആന്റണി പെപ്പയ്ക്ക് ഇങ്ങനത്തെ ക്യാരക്ടറുകൾ, അതായത് അടി ഇടി അങ്ങനെയൊക്കെയുള്ള ഒരു മാസ് പുള്ളിയുടെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്യും. അപ്പം ഞാനിങ്ങനത്തെ ഈ 3 സിനിമകളെ കണ്ടോളേ. അപ്പോൾ ഞാൻ ആ 3 സിനിമകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് എടുത്ത് പറയുന്നത്, എനിക്ക് ചെറിയൊരു പോയിന്റിലൂടെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അതായത് നമ്മളുടെ ഒരു കാലത്ത് നമുക്ക് സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നത് ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി സാർ ഇവരൊക്കെയായിരുന്നു. പിന്നീട് ജയറാമേട്ടൻ, ദിലീപേട്ടൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു നിര വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ അവരുടെ കയ്യിൽ മലയാള സിനിമ നിന്ന്. ഇപ്പോൾ കുറേ പുതിയ ആർട്ടിസ്റ്റുകൾ വന്ന്, പുതിയ നായകന്മാർ വന്ന്. നമ്മളിപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ഭഗത് ഫാസിൽ, ടൊവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ, ആസിഫ് അലി, പറയാനുണ്ട് ഇപ്പം ആന്റണി പെപ്പെ, പിന്നെ ബേസിൽ ജോസഫ് നാളത്തെ ശ്രീനിവാസൻ സാറാണ് ബേസിൽ ജോസഫ്. കാരണം അദ്ദേഹം ഒരു ഡയറക്ടറും കൂടാണ്. അപ്പോൾ ആ പുള്ളിക്ക് ആ ഡയറക്ടോറിയൽ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ഒരു നായകനെ ഒരു പൊട്ടൻഷ്യൽ കറക്റ്റായിട്ട് പുള്ളിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു താരനിബിഡമാണ് ഇപ്പം നമ്മുടെ മലയാള സിനിമ. ഇനി നമുക്ക് മലയാളത്തിന് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് മലയാള സിനിമയിൽ. അതുപോലെ തന്നെ പുതിയ പുതിയ തിരക്കഥകളും പുതിയ പുതിയ കോൺസെപ്റ്റുകളുമായിട്ട് വരുന്ന ഒരുപാട് ഡയറക്ടേഴ്സും ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പുറത്തേക്കുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള എൻ്റെ കുറേ സുഹൃത്തുക്കളുടെ കയ്യിൽ ഗംഭീര സബ്ജക്റ്റുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പുതിയ പുതിയ കഥകൾ കേൾക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ ഈ ഡയറക്ടർമാരുമായിട്ടുള്ള അവരുടെ കഥകളും ഒക്കെ കേൾക്കുക. അപ്പോൾ പുതിയ പുതിയ സിനിമകളുണ്ടാകും, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സിനിമകളുണ്ടാകും. നമുക്കൊരു പാൻ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ മൂവി ഒരു ഇൻഡസ്ട്രി ആയിട്ട് കേരള ഫിലിം ഇൻഡസ്ട്രി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളതും എൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് പാൻ ഇന്ത്യൻ സിനിമകൾ കണ്ടു വളർന്നവരാണ്. പക്ഷേ മലയാളത്തിൽ ഇപ്പോൾ അങ്ങനെ പാൻ ഇന്ത്യൻ സിനിമകൾ വരുന്നു. നമ്മുടെ അതർ ലാംഗ്വേജിലെല്ലാം നമ്മളുടെ സിനിമകളാണ് ഇപ്പോൾ ഓടിപ്പോയി കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും മലയാള സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് ഒപ്പം നിൽക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.